നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് കന്നിമാസം 23 തീയതി ശുക്ലപക്ഷ ഷഷ്ടിയും സപ്തമി തിഥിയും വരുന്ന ബുധനാഴ്ച മൂലം നക്ഷത്രം വരുന്ന ദിവസം ഉദയം 6:16 AM അസ്തമനം 6:07 PM രാഹുകാലം 12:12 മുതൽ 1:40 വരെയും ഗുളികകാലം 10:43 മുതൽ 12:12 വരെയും യമകണ്ഠകാലമാകട്ടെ 7:45 AM മുതൽ 9:14 AM വരെയും. എന്നാൽ അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:48 AM മുതൽ 12:10 PM വരെയും 12:10 മുതൽ 4 മിനിറ്റ് അഭിജിത്തിലല്ല 12:14 മുതൽ വീണ്ടും 12:36 വരെ അഭിജിത്ത് മുഹൂർത്തം ആകുന്നു. ഈ സമയത്ത് ശുഭകാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ഉത്തമമാണ്. രാഹുകാലവും യമകണ്ഠകാലവും ഗുളികകാലവും എല്ലാ ശുഭകാര്യങ്ങൾക്കായി വർജിക്കേണ്ടതാണ്. ബുധനാഴ്ച ആയതുകൊണ്ട് എല്ലാവരും, അതും സപ്തമി ദിവസമായതുകൊണ്ട്, അതായത് നവരാത്രിയുടെ 7ാം ദിവസമായതുകൊണ്ട് എല്ലാവരും കാളരാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കാളരാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി ഗുണഫലങ്ങൾ വന്നു ചേരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 27 നക്ഷത്രക്കാർക്കും ഈ ദിവസം എന്തെല്ലാം ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുന്നത്, അതായത് 27 നക്ഷത്രവും 12 രാശിക്കാർക്കും രാശി ഫലം എന്താണ്, അല്ലെങ്കിൽ ഈ ദിവസത്തെ ഫലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 9/10/2024 ബുധനാഴ്ച. നമുക്ക് രാശിയിലേക്കൊന്ന് പോകാം. സൂര്യൻ കന്നിയിലും, സൂര്യൻ നിൽക്കുന്നത് കന്നിരാശിയിൽ, ചന്ദ്രനാവട്ടെ ധനുരാശിയിൽ, ചൊവ്വ മിഥുനത്തിലും, ബുധൻ കന്നിയിലും, ഗുരു ഇടവത്തിലും, ശുക്രൻ തുലാത്തിലും, ശനി കുംഭത്തിലും, രാഹു മീനത്തിലും, കേതു അല്ലെങ്കിൽ ശിഖി കന്നിയിലും, ലിഗോദയമാവട്ടെ ധനുരാശിയിലും ആകുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് ധനുരാശിയിൽ ആണ്. ഇനി ഈ ദിവസം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരായ മേടം രാശിക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഉദ്യോഗത്തിൽ പ്രൊമോഷൻ വന്നു ചേരും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കവികളോ എഴുത്തുകാരോ ശാസ്ത്രജ്ഞന്മാരോ കവിതകളൊക്കെ രചിക്കുന്നവരോ ഇങ്ങനെയുള്ളവർക്ക്, ചെറിയ ചെറിയ കഥാകൃത്തുക്കൾക്ക്, വലിയ തിരക്കഥാകൃത്തുക്കൾക്കുമൊക്കെ അനുകൂല സമയമാണ്. ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ വേണം എന്ന് മാത്രം. പ്രവർത്തന രംഗത്ത് അധ്വാനഭാരം ഏറുമെങ്കിലും പ്രയോജനത്തിന് പ്രവർത്തിക്കുമ്പോൾ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയതായി സർവീസിൽ പ്രവേശിക്കുമെങ്കിലും ജോലിസ്ഥലത്തെ പെരുമാറ്റം അത്ര സ്വീകാര്യമായിരിക്കണമെന്നില്ല. മേലധികാരികളിൽ നിന്ന് അനുകൂല സമീപനമുണ്ടാകുമെങ്കിലും താഴേക്കിടയിലുള്ളവരിൽ നിന്നും വളരെയധികം അവഗണനകൾ സഹിക്കേണ്ടതായി വന്നേക്കാം. അപ്പം തീർച്ചയായിട്ടും വാഹനത്തിനോ വീടിനോ റിപ്പയർ ആവശ്യമായി വരും. രോഗികൾക്ക് അസുഖങ്ങൾ കൂടുവാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നവദുർഗാഭാവത്തിൽ 7ാം ദിവസത്തെ പ്രാധാന്യം ഉൾപ്പെടുത്തിക്കൊണ്ട് കാളരാത്രിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പം തീർച്ചയായിട്ടും കാളരാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ കഴിയുമെങ്കിൽ അമ്മയെ ഓം സാമപ്രിയായേ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. 336 പ്രാവശ്യം 2 നേരവും വിളക്കൊക്കെ തെളിച്ച് വെച്ച്
നവദുർഗാഭാവത്തിലെ അതിഭീഭത്സമായ രൂപമായ കാളരാത്രി ദേവിയെ ഓം സാമപ്രിയായേ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്കും ഭരണി നക്ഷത്രക്കാർക്കും കാർത്തികയുടെ ആദ്യം പാദം വരുന്ന 2 നക്ഷത്രം വരുന്ന അശ്വതി മേടക്കൂറുകാർക്ക് വളരെ ഗുണഫലം നൽകും. ഇനി നമുക്ക് ഇടവം രാശി. കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന 2 നക്ഷത്രം വരുന്ന ഇടവക്കൂറുകാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബോണ്ടുകളും പ്രോമിസറി നോട്ടുകളുമൊക്കെ മുഖേന ലഭിക്കേണ്ടിയിരുന്ന പൈസ പണ്ടെങ്ങോ കൊടുത്തു വച്ചിരുന്നത് ചിലപ്പോൾ പലിശ സഹിതം കൈവന്ന് ചേരുവാനുള്ള യോഗം കാണുന്നു. ചെലവ് അല്പം കൂടുമെങ്കിലും വരവ് നമുക്ക് ഒന്ന് ടാലിയാക്കി കൊണ്ടുപോകുന്നതാണ്. സഹോദരങ്ങളുമായി അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ബിസിനസ്സിൽ ചതി പറ്റാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധ വേണം. മസിൽ വേദനകളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ജോലിയുള്ളവരെ കുറച്ചുകൂടി പ്രൊമോഷനോ ഉയർന്ന പടിയിലേക്ക് കടക്കുവാനുള്ള അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതാണ്. സ്ത്രീകൾ മുഖേന സമൂഹത്തിൽ ചിലപ്പോൾ ചില നല്ല പെരുമാറ്റം അല്ലെങ്കിൽ ചില അംഗീകാരമോ പ്രോത്സാഹനമോ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരുടെ മാതാവിനെയും സഹോദരിയെയും ഒക്കെ സഹായിക്കുന്നുണ്ട്. വൃദ്ധരെ സഹായിക്കുവാനൊക്കെ ശ്രമിക്കുന്നത് മൂലം സ്ത്രീജനങ്ങളിൽ നിന്നും ഒരു പ്രത്യേക അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നു. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ ജയിക്കുവാനുള്ള സാധ്യത കാണുന്നു. ലിസ്റ്റിലുള്ളവർക്കാണെങ്കിൽ സർവീസിൽ നിന്ന് നിയമന ഉത്തരവ് ലഭിക്കുവാനും സാധ്യത കാണുന്നു. പൊതുവെ പറഞ്ഞാൽ ഇടവൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെന്ന് മാതൃതുല്യരായവരുടെ ഒരു അനുഗ്രഹം ലഭിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തീർച്ചയായും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ കാളരാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ഓം സാമപ്രിയായേ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ബുധനാഴ്ച ആയതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നതും വളരെ ഗുണം ചെയ്യും. മിഥുനം രാശി എന്ന് പറഞ്ഞാൽ മകയിരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3 പാദവും ചേരുന്ന 2 നക്ഷത്രം വരുന്ന മിഥുനം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യത വന്നു ചേരും. കളവിനും വഞ്ചനയ്ക്കും കൂട്ടുനിൽക്കാത്തതുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ കോൺട്രാക്ടറുടെയൊക്കെ മുന്നിൽ ചിലപ്പോൾ നമ്മളുടെ കർമ്മരംഗത്ത് നമ്മൾ മോശക്കാരനായി ചിത്രീകരിക്കപ്പെട്ടേക്കാം. അതൊന്നും കാര്യമായി എടുക്കേണ്ടതില്ല. പ്രമോഷനുകൾ എളുപ്പത്തിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നു. പത്രം, അതായത് വാർത്താവിനിമയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ പ്രോത്സാഹന സമ്മാനങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരുന്നു. എപ്പോഴും എന്തിൻ്റെയെങ്കിലും അകാരണമായ ഒരു ഭയം മനസ്സിനെ കീഴ്പ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗുരുക്കന്മാരുടെ ആരുടെയെങ്കിലും വിയോഗം, അകാല വിയോഗം മനസ്സിന് വിഷമമോ അപ്രിയമോ വരുത്താം. എന്തായാലും പ്രാർത്ഥനകളിലൂടെ മിഥുനൻ രാശിക്കാർക്ക് എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കാനുള്ള കഴിവുണ്ട്. ബുധനാഴ്ച ആയതുകൊണ്ട് ചെറുപയർ ദാനം ചെയ്യുന്നതും പൊതുവെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ കഴിക്കുക, ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക,
കാളരാത്രി ദേവിയെ ഓം സാമപ്രിയായെ എന്ന് പ്രാർത്ഥിക്കുക, ത്രിശതി വായിക്കുക ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നല്ല ഫലങ്ങൾ ഉണ്ടാവും. ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ അകാരണമായ ഭീതിയെല്ലാം മാറി കർമ്മരംഗത്ത് ലഭിക്കാനിടയുള്ള എല്ലാ നന്മകളും വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാന 3 പാദവും പൂയവും ആയില്യവും വരുന്ന 2 നക്ഷത്രക്കാർക്ക് ഈ ദിവസം പൊതുവെ നല്ല ദിനമായി തീരുവാൻ സാധ്യതയുണ്ട്. കെട്ടിടം പണിയുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. ഇരുമ്പ്, കല്ല്, മണ്ണ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കാനിടയുണ്ട്. സ്വത്ത് നശിച്ചു പോകുമോ എന്ന ചിന്ത മനസ്സിനെ അലട്ടും. മനസ്സമാധാനം നിലനിർത്താനായി പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കാവുന്നതാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക്, ഭാര്യ നഷ്ടപ്പെട്ട് മക്കളെ പിരിഞ്ഞു താമസിക്കുന്നവർക്കൊക്കെ, അല്ലെങ്കിൽ കുട്ടികളുമില്ല കുടുംബവുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടുവോ, തനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള വേദന വല്ലാത്തൊരു വിഷമം നൽകുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ആത്മീയ യാത്രകളിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും മനഃശാന്തി വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥനകൾ ചെയ്യുകയും യാത്രകൾ നടത്തുകയും ചെയ്യുന്നതോടുകൂടി ഒരുപാട് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതോടുകൂടി ഒരു മനക്കരുത്ത് വരികയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഈ ദിവസം വളരെ നല്ലതായിരിക്കും. എന്നാൽ എന്തെങ്കിലും മത്സര പരീക്ഷയിൽ ഉറച്ച വിശ്വാസം, ജയിക്കുമെന്നല്ലെങ്കിൽ പൂർണ്ണ അമിത വിശ്വാസമുള്ളത് അല്പം അപകട സാധ്യത കാണിക്കുന്നു. പറഞ്ഞ മാതിരി വിജയിക്കുവാൻ സാധിക്കാതെ വരുന്നാൽ വിഷമിക്കേണ്ട. ഇനിയും അവസരങ്ങൾ വന്നു ചേരും. മനപ്രയാസപ്പെട്ട് ഇനി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു തീരുമാനമൊന്നും വേണ്ട. കാളരാത്രി ദേവിയെ പ്രാർത്ഥിച്ച് നവദുർഗയുടെ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങി വിദ്യാഗോപാല മന്ത്രം നിത്യം ജപിക്കൂ. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായി തീരുവാനുള്ള സാധ്യത കാണുന്നു. രാവിലെ അല്പം വിഷമമുണ്ടെങ്കിലും വൈകുന്നേരമാകുമ്പോഴേക്കും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. വാഹനത്തിന് ചെറിയ റിപ്പയറുകളൊക്കെ വരാം. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വമൊക്കെ വഹിക്കും. അപ്പോഴാണ് വാഹനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ സമയത്ത് എത്തിച്ചേരാൻ പറ്റാത്ത വിധത്തിൽ വാഹനങ്ങൾക്ക് എന്തെങ്കിലും റിപ്പയർ വരാം. അപ്പോൾ ഗണപതിക്കൊരു നാളികേരമൊക്കെ ഉടച്ചതിന് ശേഷം യാത്രകൾ പുറപ്പെടുക. എന്തായാലും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി കഷ്ടതകളും തരത്തിലുള്ള തടസ്സങ്ങളുമൊക്കെ മാറിക്കിട്ടും. ഇനി നമുക്ക് ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ബിസിനസ് ഏറ്റെടുത്ത് നടത്തുവാനുള്ള ആരെങ്കിലുമൊക്കെ നടത്തി അവർക്ക് അടുത്തിട്ടിട്ട് പോയ ബിസിനസ് വരെ ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിക്കുവാനുള്ള ആർജവും ഇവർക്ക് വന്നു ചേരാം. അതിനു വേണ്ടിയിട്ട് പറ്റിയ തൊഴിലാളികളെ കണ്ടെത്തുകയും ആ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുമുള്ള ഒരു ശ്രമം നടത്തും. ഒരു പരിധിവരെ അതിൽ വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബത്തിൽ ചില തർക്കങ്ങളൊക്കെ വന്നു ചേരാം. അതൊന്നും അത്ര കാര്യമാക്കാതെ സ്വയം തൊഴിലെടുക്കുകയും തൊഴിലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റെല്ലാ കാര്യത്തിലേക്കുമുള്ള അമിത ശ്രദ്ധ കുറച്ച് തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കുടുംബ സമാധാനം നിലനിർത്താൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ വിലയ്ക്ക് വാങ്ങുവാനും മേലധികാരികളുമായി ഒരു സമവായത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും. അപ്പോൾ ജനമധ്യത്തിൽ അവനവൻ്റെ അധ്വാനം മൂലം പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രശംസ അല്ലെങ്കിൽ ഒരു ബഹുമതി അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടുവാൻ യോഗം കാണുന്നു. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിലൊരു പരിധിവരെ വിജയിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. മേലധികാരികളിൽ നിന്നോ ഭരണാധികാരികളിൽ നിന്നോ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. രാശിനാഥനായ സൂര്യഭഗവാനെയും ഗണപതി ഭഗവാനെയും കാളരാത്രി ദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കന്നിരാശി. ഉത്രത്തിൻ്റെ അവസാന 3 പാദവും
അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രം വരുന്ന കന്നിരാശിക്കാർക്ക് പിതൃസ്വത്ത് അനുഭവയോഗ്യമാവും. പല രംഗങ്ങളിലും ഭാഗ്യം തെളിഞ്ഞു വരും. ഉയർച്ച ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. സംഘടനകളിലും പണമിടപാടുകളിലുമൊക്കെ പണം വന്നു ചേരുവാനുള്ള അതിലൂടെയൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി പണം വന്നു ചേരുവാനുള്ള മാർഗം ആരായും. അഗ്നിഭയം പോലുള്ള അപകടങ്ങളിൽ നിന്നും ദൈവാധീനം കൊണ്ട് രക്ഷപ്പെടുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ വാഹനങ്ങൾ മുഖേനയും അല്പം പണം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ളവർക്ക് ഈ ദിവസം വളരെ അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത്. പത്രപ്രവർത്തനത്തിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. ഇണയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും രാശിനാഥനായ ത്രിപുരസുന്ദരി ദേവിയെ, മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതും കാളരാത്രി ദേവിയെയും പ്രാർത്ഥിക്കുക. ഓം സാമപ്രിയായേ നമ, ഓം സാമപ്രിയായേ നമ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും. ദേവീ മാഹാത്മ്യത്തിലെ 11-ാം അധ്യായവും 5-ാം അധ്യായം വായിക്കുന്നതോടെ സർവമംഗളങ്ങളും വന്നു ചേരുന്നതാണ്. ഇനി നമുക്ക് തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രം വരുന്ന തുലാരാശിക്കാർക്ക് വ്യവസായശാലകളിൽ അതുപോലെ തൊഴിൽ തർക്കങ്ങൾ മൂലം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും യഥാസമയത്ത് ഇടപെടുന്നത് കൊണ്ട് തർക്കങ്ങൾ ഒഴിവാക്കി പ്രവർത്തനം തുടരുവാനുള്ള നേതൃത്വം വഹിക്കുവാനായിട്ട് സാധിക്കും. ഒരു വലിയ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് മേലധികാരികളിൽ നിന്നും അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കുവാനുള്ള സാഹചര്യം ഇക്കൂട്ടർക്ക് വന്നു ചേരുന്നതാണ്. അധ്യാപകർ, വക്കീലന്മാർ, ഡോക്ടർമാർ ഇവർക്ക് ഈ സമയം ഒരു പരീക്ഷണത്തിൻ്റെ ദിവസമായിരിക്കും എങ്കിലും അവർ സംയമനത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജയ പതാക പാറിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ശുഭമായി തീരട്ടെ എന്ന് മഹാലക്ഷ്മിയോടും കാളരാത്രി ദേവിയോടും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തന്നെ ഭവിക്കും. കൈവശമുള്ള ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തർക്കങ്ങളൊക്കെ വരുമ്പോൾ ബുദ്ധിപൂർവം അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹത്താൽ എല്ലാം നിലനിർത്തുവാൻ സാധിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകമൊക്കെ കഴിച്ച് നാഗദേവതകൾക്ക് യഥാശക്തി വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ഇണയുടെ സ്വത്ത് അനുഭവയോഗ്യമാകും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഓർഡറുകൾ വരികയും അങ്ങനെ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുവാനുള്ള സാധ്യതകളും വന്നു ചേരും. പൊതുവെ പറഞ്ഞാൽ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഈ 2024 ഒക്ടോബർ 9-ാം തീയതി. ബെമ്പർ പോലെയുള്ള ലോട്ടറിയിൽ എന്തെങ്കിലും സമ്മാനം കിട്ടുവാനുള്ള സാധ്യതകളും ഇന്നേ ദിവസം കാണുന്നു. എന്തായാലും പ്രാർത്ഥനയിലൂടെ നല്ല ഫലം വന്നു ചേരട്ടെ. കാളരാത്രി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാവട്ടെ. ഇനി നമുക്ക് വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് പ്രണയത്തിൽ ഏർപ്പെട്ടിരുന്നവർക്ക് അവരുടെ പ്രണയബന്ധം വിജയിക്കുകയും വിവാഹത്തിലേക്ക് ചെന്നെത്തിച്ചേരുവാനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യും. വളരെ കാലമായിട്ട് വിവാഹ ആലോചനകളൊന്നും വന്ന് അത് വിവാഹകാര്യം ഉറയ്ക്കാതിരുന്നവർക്ക് അനുകൂലമായ വിവാഹങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നു. കലാമേളകളിലും അല്ലെങ്കിൽ മത്സരങ്ങളിലും കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടായി ചെറിയ രീതിയിലെങ്കിലും സമ്മാനമോ പ്രോത്സാഹന സമ്മാനമോ ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. ജോലിയിൽ ചില്ലറ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ വരികയും അതിനെ
മറ്റാരും അറിയാതെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള കഴിവും സ്വയം ആർജിക്കുന്നതാണ്. ആശുപത്രിവാസം വരാം, വാഹന അപകടമോ അല്ലെങ്കിൽ വീഴ്ച മൂലം എന്തെങ്കിലും ഒടിവോ ചതവോ വരാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം. വൃശ്ചിക രാശിയുടെ നാഥനായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കാളരാത്രി ദേവിയെയും പ്രാർത്ഥിക്കൂ. തീർച്ചയായും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ശാരീരിക ആരോഗ്യവും കർമ്മശേഷിയും ഒക്കെ വർദ്ധിക്കും. സാമ്പത്തികമായി അനുകൂലമായൊരു സാഹചര്യമാണ്. എന്തെങ്കിലും ലോട്ടറി ഭാഗ്യം വളരെ ചെറുത്, 100 രൂപയെങ്കിൽ 100 രൂപ, ചിലപ്പോൾ 1000 ആയിരിക്കാം, 10,000 ആയിരിക്കാം, ചിലപ്പോൾ 1ാം സമ്മാനം വരെ കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ചില പ്രോത്സാഹന സമ്മാനം ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം പോലെയുള്ള എന്തെങ്കിലും ഭാഗ്യക്കുറി മത്സരങ്ങൾ കിട്ടുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ ആനുകൂല്യവും അവർക്ക് ലഭിക്കട്ടെ. പിന്നെ സർക്കാർ കോൺട്രാക്റ്റുകൾ വന്നു ചേരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ കൊടുത്തു വച്ചിരുന്നതാണ്, അതൊന്ന് ടെൻഡറൊക്കെ ഒന്ന് തള്ളിപ്പോയിട്ട് അത് ഏറ്റെടുത്തവർ അത് നടത്താൻ പറ്റാതെ ചിലപ്പോൾ ആ ടെൻഡറുകൾ കറങ്ങി തിരിഞ്ഞ് നമ്മളെ തന്നെ തേടിയെത്തുവാനുള്ള സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥനകളിലൂടെ കോൺട്രാക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് വിജയം കൈവരിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെയും കാളരാത്രി ദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വ്യാപാരത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും. ആ പുരോഗതി നിലനിർത്തിക്കൊണ്ട് തന്നെ ആരോഗ്യ പ്രതിസന്ധികളെയും വീഴ്ചകളെയും ക്ഷതങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തൂ. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നേറുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി നമുക്ക് മകരം രാശി. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദവും വരുന്ന ഇക്കൂട്ടർക്ക് ഇണയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സാഹചര്യമുണ്ടെങ്കിലും സുഹൃത്തുക്കൾ യഥാസമയം ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സുഹൃത്തുക്കളാകാം, ചിലപ്പോൾ കുട്ടികളാവാം, അല്ലെങ്കിൽ രക്ഷിതാക്കൾ തന്നെ യഥാസമയം ഇടപെട്ട് പ്രശ്നം ഗുരുതരമാകാതെ പറഞ്ഞ് ഒതുക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ടാവും. പഴയതുപോലെ രമ്യതയിൽ ബന്ധം തുടർന്ന് കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതയും വന്നു ചേരാം. ജോലിസ്ഥലത്ത് മറ്റുള്ളവരാൽ എന്തെങ്കിലും അപമാന ഭീതി ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് കുറച്ച് ആത്മധൈര്യത്തോടെ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. എന്തെങ്കിലും ഈ ഹോൾസെയിൽ ബിസിനസ്സുകാർക്കൊക്കെ കുറച്ച് നല്ല ആനുകൂല്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ പുതിയ ഓർഡറുകൾ ലഭിക്കുകയും അത് സമയത്ത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തത്രപ്പാടിലൂടെ അതിൽ കൂടുതൽ പേരെ തൊഴിൽ ചേർത്തുകൊണ്ട് പ്രവർത്തനം വിജയിപ്പിക്കാനുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനും സാധിക്കും. കേസുകളിൽ ലോൺ സംബന്ധമായ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഒരു പരമാവധി വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. അറസ്റ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അടിയോ ഇടിയോ പിടിയോ എന്തെങ്കിലും വന്നുകൊണ്ട് വാക്കുവ്യത്യാസം മൂലം രൂക്ഷമായി പെരുമാറി വല്ല അറസ്റ്റ് പോലെ എന്തെങ്കിലും വരുവാനുള്ള സാധ്യതകൾ വളരെയുണ്ട്. ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് നാവിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് വാക്കുദോഷങ്ങളും അടിയിടിയും മുൻകോപമെല്ലാം നിയന്ത്രിച്ച് ഗണപതി ഭഗവാൻ ഒരു 21 ഏത്തമിട്ടതിന് ശേഷം മാത്രം ദിവസം ആരംഭിക്കുക. ഏത് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഏത്തമൊക്കെ ഇട്ട് ക്ഷമ തരണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങൂ. അറസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ വന്നാൽ ജീവിതം മൊത്തം വഷളായിപ്പോവും. അതങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കൂ. കാർത്യായനി ദേവിയെയും കാളരാത്രി ദേവിയെയും പ്രാർത്ഥിക്കൂ. തീർച്ചയായും അനുകൂല ഫലങ്ങൾ വന്നു ചേരും. ഇനി കുംഭം രാശി. കുംഭം രാശി എന്ന് പറയുമ്പോൾ
അവിട്ടത്തിൻ്റെ അവസാന 2 പാദവും ചതയവും പൂരിട്ടാതിയുടെ 1, 2, 3 പാദങ്ങളും വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദായം അനുസരിച്ചിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആദായം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ പകുതി ആദായമേ നമുക്കുള്ളൂ, പകുതി വേറെ മറ്റാർക്കേ കൊടുക്കേണ്ടി വരുമെന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം വളരെ ഇതായിരിക്കും. ആദ്യം എഗ്രിമെൻറ്റിൽ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും പിന്നീട് ഒരു തർക്കമൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് എഗ്രിമെൻറ്റും, തൊഴിൽ രംഗത്തുള്ള എഗ്രിമെൻറ്റുകൾ കൃത്യമായി വായിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പതിവില്ലാത്തതും ഒരു അലസത കാണിക്കുകയും കുടുംബകാര്യങ്ങളിലേക്ക് ഒട്ടും ശ്രദ്ധയില്ലാതെ വരുന്നതുമാണ്. കുടുംബകാര്യങ്ങൾ ശ്രദ്ധയില്ലാതെ വരുമ്പോൾ കുടുംബം കലുഷിതമാവുകയും ദൈവാധീനം നഷ്ടപ്പെടുകയും അതുവഴി കുടുംബത്തിൽ മൊത്തമായിട്ട് അനർത്ഥങ്ങൾ വന്നു ചേരും. ദൈവാധീനം കുറയുന്നുള്ള രോഗാവസ്ഥയും അതുപോലെ തന്നെ എന്തെങ്കിലും കേസുകളും വഴക്കുകളും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ജന്മശനി കാലമായതുകൊണ്ട് ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിച്ച്, നവരാത്രി കാലമായതുകൊണ്ട് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച്, ഗണപതി ഭഗവാൻ ഏത്തമൊക്കെ ഇട്ടതിന് ശേഷം നെയ്വിളക്ക് കത്തിച്ച് നവദുർഗാ ക്ഷേത്രത്തിൽ നവദുർഗമാരെ പ്രാർത്ഥിക്കുക. കഴിയുന്നതും കാളരാത്രി ദേവിയെ പ്രാർത്ഥിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ ശ്രമിക്കുക. ദേവി മാഹാത്മ്യത്തിലെ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധിക എന്ന വരികളിലൂടെയെങ്കിലും കടന്നു പോവുകയും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ശാന്തമായി തീരുന്നതാണ്. കേസ് വരാതിരിക്കുന്നതിന്, നാവിനെ നിയന്ത്രിക്കുന്നതിനൊക്കെ നാവിനെ ബന്ധിക്കുന്നത് പോലെ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ ആത്മധൈര്യം വന്നു ചേരും. ഇനി നമുക്ക് അവസാനത്തെ രാശിയായ മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ശത്രുക്കളിൽ നിന്നുള്ള, അതായത് ശിരസിൽ രാഹുവും 7 കേതുവും നിൽക്കുന്നതുകൊണ്ട് അകാരണമായ ശത്രുഭീതി വരാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ അതൊന്നും കാര്യമായി എടുക്കാതെ ഭഗവാൻ കൂടെയുണ്ട്, മഹാവിഷ്ണുവിൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്കുണ്ട്, ഒന്നിലേറെ ജോലി ചെയ്യാനുള്ള ആത്മധൈര്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനങ്ങൾ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ശ്രീകൃഷ്ണസ്വാമിയുടെയും ത്രിപുരസുന്ദരി ദേവിയുടെയും അനുഗ്രഹം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അമ്മയെ പ്രാർത്ഥിക്കുകയും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർമ്മതടസ്സങ്ങൾ ഒഴികെ കിട്ടും. നാഗദേവതകൾക്ക് മഞ്ഞപ്പൊടിയൊക്കെ സമർപ്പിക്കുക. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. കാളരാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദേവി മാഹാത്മ്യം കൂടി പാരായണം ചെയ്യുമ്പോൾ പുതിയ വ്യാപാര ശ്രമം വന്നു ചേരും, പുതിയ വാഹനം വന്നു ചേരാനുള്ള യോഗം വരും, പൂർവിക സ്വത്തുക്കൾ വന്നു ചേരും. ദിവസത്തിൻ്റെ ആദ്യം കലുഷിതമാണെങ്കിൽ ദിവസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും അനുകൂലമായ കുറച്ച് വേദനയൊക്കെ അനുഭവിച്ചു കഴിയുമ്പോഴേക്കും പ്രാർത്ഥനകളിലൂടെ നല്ല ശുഭവാർത്ത കേൾക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. പൊതുവേ പറയുമ്പോൾ 2024 ഒക്ടോബർ 9 ഏറ്റവും ശുഭമായ ഒരു ദിവസമായി തീരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. കാളരാത്രി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം സാമപ്രിയായേ നമ, ഓം സാമപ്രിയായേ നമ എന്ന് 336 വീതം 2 നേരവും വിളക്കൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐശ്വര്യവും ദാരിദ്ര്യമൊക്കെ മാറി ധനസമൃദ്ധി വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും അമ്മയെ പ്രാർത്ഥിക്കുക. നവരാത്രിയുടെ 7 ദിവസമാണ്, 7ാം ദിവസമാണ്. അത് ഈ നവദുർഗാഭാവത്തിലെ ഏറ്റവും ഭീഭത്സമായ രൂപമാണ് കാളരാത്രി. കറുപ്പ് നിറത്തോടു കൂടിയ ശക്തി സ്വരൂപിണിയാണ്, കാളി സ്വരൂപമാണ്. അപ്പോൾ കാളരാത്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭദ്രകാളിയുടെ പ്രചണ്ഡമായ രൂപമാണ്. 4 കൈകളോടുകൂടിയ ധ്യാന രൂപമാണ്. 4 കൈകൾ
ചതുർഭുജയാണ് അമ്മയ്ക്ക്. ഇടിമിന്നൽ പോലെയാണ് അമ്മ പ്രകാശിക്കുന്നത്. അമ്മയുടെ മാലയിൽ അമ്മയുടെ കഴുത്തിൽ ഒരു പ്രകാശിക്കുന്ന ഒരു മാലയുണ്ട്. ആ മാല ഭയങ്കര തിളക്കമുള്ള, അതീവ തിളക്കമുള്ള ഒരു സ്ഫടികമാല പോലെയാണ്. അമ്മ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ മൂക്കിലൂടെ ഇങ്ങനെ തീജ്വാലകൾ വരുന്നത് പോലെ തന്നെ ആ തീജ്വാലകളിൽ നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അമ്മയുടെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് കാണുമ്പോഴേക്കും ആ ഇത് കേൾക്കുമ്പോൾ അതിഭയങ്കരമായ ശബ്ദവും തീജ്വാലകൾ പുറത്തേക്ക് പ്രവഹിക്കുന്നത് പോലെയാണ് അമ്മയുടെ രൂപം. കഴുതയാണ് അമ്മയുടെ വാഹനം. ജടയുണ്ട്. അതുപോലെ തന്നെ 3 തൃക്കണ്ണുള്ള അമ്മ ഗർദഭവാഹിനിയാണെന്ന് പറഞ്ഞു. അതായത് കഴുതപ്പുറത്താണ് അമ്മ സഞ്ചരിക്കുന്നത്. ഈ അമ്മയെക്കുറിച്ച് അമ്മയുടെ വലത് കൈയിൽ എപ്പോഴും ഈ 4 കൈകളുണ്ടെങ്കിൽ വലത് കൈ എപ്പോഴും അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുവാനായിട്ട്, ആശീർവദിക്കാൻ, വരം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ കാത്തു നിൽക്കുന്ന കാഴ്ചയിൽ ഭയാനകയാണ്. കണ്ടാൽ നമുക്ക് പേടി തോന്നും. അതുകൊണ്ടാണല്ലോ കാളരാത്രി എന്ന് തന്നെ പേര് തന്നെ. പക്ഷേ സത്യത്തിൽ അമ്മ അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തെ നൽകുന്ന ശുഭകരിയാണ്. ശരിക്കും എല്ലാവരിലുമുള്ള അന്ധകാരത്തെ മാറ്റി ജ്ഞാനമാകുന്ന പ്രകാശത്തെ, ജ്യോതിസിനെ തരുന്ന ശുഭകരിയാണ് കാളരാത്രി ദേവി. തീർച്ചയായും അമ്മ ദുർഗാദേവി ആയിട്ടാണ് ശരിക്കും രക്തബീജനെ അമ്മ വധിക്കുന്നത്. കാളരാത്രിയുടെ രൂപം ധരിച്ചുകൊണ്ടാണ്. ഓരോ തുള്ളി ചോരയും താഴേക്ക് വീഴുമ്പോൾ രക്തബീജൻ്റെ ഒരു വരമായിരുന്നു. രക്തബീജനെ ആരെങ്കിലും മുറിവേൽപ്പെടുത്തിയാൽ ആ മുറിവിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളിയിൽ നിന്നും വീണ്ടും വീണ്ടും രക്തബീജൻ ജനിച്ചു വരുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ അമ്മ ദുർഗാദേവി കാളരാത്രിയായി അവതരിച്ച് ആ നിലത്ത് വീഴുന്ന രക്തം മുഴുവൻ ഊറ്റി കുടിക്കുകയായിരുന്നു. അങ്ങനെയാണ്. അത്രയും ഈ പ്രപഞ്ചത്തെ ദോഷത്തിൽ നിന്നും ഈ അസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ആ രക്തം പാനം ചെയ്തുകൊണ്ട് അമ്മ അസുരരെയൊക്കെ നിഗ്രഹിച്ച് നന്മകൾ വരുത്തിയത് കൊണ്ട് അമ്മയെ നമുക്ക് ശരിക്കും അമ്മയെ സഹസ്രാര ചക്രത്തിൽ ഇരുന്നു കൊണ്ടാണ് യോഗികളും സാധകരുമൊക്കെ പ്രാർത്ഥിക്കുന്നത്. കാളരാത്രിയുടെ അനുഗ്രഹത്താൽ പ്രപഞ്ചവാതിൽ തന്നെ തുറക്കുമെന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കാളരാത്രി ദേവിയെ, 7-ാം ദിവസമായ കാളരാത്രി ദേവിയെ സഹസ്രാര ചക്രത്തിൽ ഇരുന്നു കൊണ്ട് അമ്മയെ മനസ്സിൽ പ്രാർത്ഥിക്കൂ. തീർച്ചയായും സർവ്വ ഐശ്വര്യങ്ങളും, എന്തെങ്കിലുമൊക്കെ ജാതക ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി, നവഗ്രഹ ദോഷങ്ങളും മാറി എല്ലാ നന്മയും തരും. അമ്മയെ പ്രാർത്ഥിക്കൂ, തീർച്ചയായിട്ടും അനുഗ്രഹം തരും. ദശമഹാവിദ്യ പ്രകാരം ഓം സാമപ്രിയായ നമഃ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഒരു മന്ത്രമുണ്ട്. ഏകവേണി ജപാകർണ പൂരനഗ്നാഖരാസ്ഥിത ലംബോഷ്ടി കർണികാകർണീ ത്രൈലാഭ്യക്ത ശരീരിണി വാമപാദോല്ലസോല്ലാഹ ലതാകണ്ഡകഭൂഷണ വർദ്ധന മൂർധ്വജാ കൃഷ്ണ കാളരാത്രിർഭയങ്കരി. അമ്മയുടെ ആ രൂപം പോലെ തന്നെ അമ്മയുടെ ശ്ലോകവും ചൊല്ലുവാൻ അല്പം പ്രയാസമുള്ളതാണ്. ശ്രദ്ധിച്ച് വേണം വായിക്കുവാൻ. ഏകവേണി ജപാകർണ പൂരനഗ്നാഖരാസ്ഥിത ലംബോഷ്ടി കർണികാകർണീ തൈലാഭ്യക്ത ശരീരിണി വാമപാദോല്ലസോല്ലഹ ലതാകണ്ഡകഭൂഷണ വർദ്ധന മൂർധ്വജാ കൃഷ്ണ കാളരാത്രിർഭയങ്കരി. ഏകവേണി ജപാകർണ പൂരനഗ്നാഖരാസ്ഥിത ലംബോഷ്ടി കർണികാകർണീ തൈലാഭ്യക്ത ശരീരിണി വാമപാദോല്ലസോല്ലോഹ ലതാകണ്ഡകഭൂഷണ വർദ്ധന മൂർധ്വജാ കൃഷ്ണ കാളരാത്രിർഭയങ്കരി. അപ്പോൾ അമ്മയുടെ ശ്ലോകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കഴിയുമെങ്കിൽ അമ്മയുടെ ശ്ലോകം ചൊല്ലി പ്രാർത്ഥിക്കൂ. 7-ാം ദിവസം നമ്മൾ ഉപാസനാശക്തിയൊക്കെ വർദ്ധിച്ച് എല്ലാ അനുഗ്രഹമുണ്ടാവാൻ ഓം സാമപ്രിയായേ നമഃ എന്ന് ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കൂ.
തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും. ഓം സാമപ്രിയായേ നമ. ചുവന്ന വസ്ത്രമോ വെളുത്ത വസ്ത്രമോ ധരിക്കാം. ബുധനാഴ്ച ആയതുകൊണ്ട് പച്ച വസ്ത്രം ധരിച്ചാലും നല്ലതാണ്. 336 പ്രാവശ്യം കയ്യിലൊക്കെ ഒരു ദീപമൊക്കെ തെളിച്ച് വെച്ചുകൊണ്ട് ഒരു ചെരാതൊക്കെ കത്തിച്ച് വെച്ചുകൊണ്ട് സർവ്വ ഐശ്വര്യങ്ങൾ നൽകണേ എന്ന് പറഞ്ഞ് 336 ഏലയ്ക്ക കൊണ്ട് അർച്ചന ചെയ്യാം, പച്ചരി കൊണ്ട് അർച്ചന ചെയ്യാം. അപ്പോൾ ഐശ്വര്യവും ദാരിദ്ര്യവും ഒക്കെ മാറിയിട്ട് ഐശ്വര്യം വരികയും ദാരിദ്ര്യമൊക്കെ മാറി ധനസമൃദ്ധി ഉണ്ടാകും. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. 9/10/2024 ശുഭമായി തീരുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.